പുതിയൊരു വീഡിയോട്ട് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇതിൽ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈ ഫുട്ബോളിന്റെ സ്കിൽ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ കുറേ പേര് അധികം ആൾക്കാർ ചോദിച്ച ഒരു കാര്യമാണ് ഹാൻഡ് ക്യാമിന്റെ വീഡിയോസ് ഇടുക എന്നുള്ളത്. സോ നമുക്ക് പരമാവധി ഹാൻഡ് ക്യാം നിങ്ങൾക്ക് ഇത് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയത്തില്ല, പക്ഷെ പരമാവധി നമ്മൾ ഹാൻഡ് ക്യാം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്ക്രീനാണ്. അപ്പോൾ നിങ്ങൾക്ക് മെയിൻലി ഫോക്കസ് ആയിട്ട് ആ സ്ക്രീൻ കാണാൻ പറ്റും. പിന്നെ നമുക്ക് സൈഡിലായിട്ട് നമ്മൾ ആ ഒരു ഹാൻഡ് ക്യാമിന്റെ വീഡിയോ കൂടി കാണാനായിട്ട് പറ്റും. സോ ഇതിൽ നമുക്ക് നേരെ ആ ഒരു വീഡിയോട്ട് പോയേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഹാൻഡ് ക്യാമിൽ ഒരു മാച്ച് കളിച്ച് കാണിച്ചു തരാൻ പറഞ്ഞാൽ അതൊരു റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ട്രെയിനിങ്ങിലൊക്കെ പോയി കാണിച്ചു തരാം. അപ്പൊ ഏതായാലും നമ്മുടെ മെയിൻലി സ്കിൽ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് ഡബിൾ ടച്ച് ആൻഡ് ഷോട്ട് ആണ്. അപ്പൊ ഈ ഒരു ഡബിൾ ടച്ച് ആൻഡ് ഷോട്ടിന് മെയിൻ ആയിട്ട് വേണ്ട രണ്ട് സ്കില്ലുകളാണ്. ഒന്നാമത് ഡബിൾ ടച്ച്, രണ്ടാമത് ഉള്ളത് ലോങ് റേഞ്ച് ഷൂട്ടിങ്. ഈ ഒരു ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ഷോട്ട് ഗോൾ ആക്കാനായിട്ട് പറ്റും, ബട്ട് സ്റ്റിൽ അതിന്റെ ചാൻസസ് ഒക്കെ കുറവായിരിക്കും. അപ്പൊ ഇതിൽ നമുക്ക് നേരെ ആ ഒരു ഹാൻഡ് ക്യാമിന്റെ വീഡിയോസ് ഞാനൊക്കെ നേരെ അതിലോട്ട് പോയേക്കാം. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ആൾക്കാർക്ക് ഏതൊക്കെ പ്ലേയേഴ്സ് ആണ് നിങ്ങൾ CF ലായിട്ട് ഉള്ളത് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. മെയിനായിട്ട് എല്ലാവർക്കും എന്താ പറയുക ആഗ്രഹമുള്ളതും നല്ല രീതിയിൽ ഡബിൾ ടച്ച് ഇടാൻ പറ്റുന്നു, നല്ല രീതിയിൽ ഷോർട്ട് പവർ ഉള്ളതും പ്ലേയേഴ്സിന് നോക്കി നിങ്ങൾ വെക്കുക. അപ്പോൾ നമ്മുടെ ഈ ഡിവിഷനിലൊക്കെ ഓപ്പോണന്റ് മിക്കവാറും ആൾക്കാരുടെ അടുത്ത് ഉള്ളതാണ് ഈ എട്ടോ റൊമിയോ പോലത്തുള്ള പ്ലേയേഴ്സ് ഒക്കെ. അപ്പോൾ അവരുടെ കയ്യിലൊക്കെ നല്ല കിടിലം പോലത്തുള്ള സ്കില്ലുള്ള പ്ലേയേഴ്സാണ് ആ രണ്ട് പ്ലേയേഴ്സ്. കാരണം എങ്ങനെ ഷോട്ട് അടിച്ചാലും അവരുടെ ആ ഒരു ഗോള് കയറും. കാരണം അവര് കിക്കും പവറും ആ ഒരു പ്ലെയറിന്റെ ആ ഒരു സ്കില്ലും മൊത്തത്തിലുള്ള ഓവറോൾ റേറ്റിംഗ് നല്ല രീതിക്ക് അടിപൊളിയായത് കൊണ്ടാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള ചെറിയ ചെറിയ അക്കൗണ്ടുള്ള ആൾക്കാർക്ക് ഏകദേശം ഇങ്ങനത്തെ ഉള്ള പ്ലേയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. എംബാപ്പെ, പിന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു എപ്പിക് കാർഡും ഉണ്ടാവും. സോ ഇതെല്ലാം എൻ്റെ ഇപ്പോൾ ഉള്ളത് എംബാപ്പയ്ക്ക് ഓൾറെഡി ഒരു ഡബിൾ ടച്ച് ഉണ്ട്, അപ്പൊ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. എംബാപ്പയ്ക്ക് ഇല്ലാത്തൊരു സ്കില്ലാണ് ലോങ് റേഞ്ച് ഷൂട്ടിങ്. ഈ ഒരു എംബാപ്പയ്ക്ക് ആ ഒരു ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഇല്ല, പക്ഷെ അതിന് അഡീഷണൽ സ്കില്ലായിട്ട് ആ ഒരു ലോങ് റേഞ്ച് ഷൂട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുറെ പേർക്ക് ലെഗസി ട്രാൻസ്ഫറിൽ നല്ല നല്ല പ്ലേയേഴ്സിനാണ് നിങ്ങൾ വിറ്റ് കളയുന്നത്. കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് ലെഗസി ട്രാൻസ്ഫർ അടിക്കാന്ന് അറിയത്തില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ലെഗസി ട്രാൻസ്ഫർ മാത്രം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഏതെങ്കിലും ഒരു പ്ലെയറിന് ഏതെങ്കിലും ഒരു സ്കില്ല് ഞാൻ കൊടുക്കണം എന്ന് വിചാരിച്ചു നോക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും സ്കില്ല് നമുക്ക് കൊടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് അത് കാണിച്ചു തരാനായിട്ട് പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഓക്കെ, ഈ റാഫിനേക്ക് ഏതെങ്കിലും സ്കില്ല് ഇല്ലാന്ന് വെച്ചോ, ഞാൻ എങ്ങനെയാണ് ഒരു അഡീഷണൽ സ്കില്ല് കൊടുക്കുക നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് നിങ്ങൾ ആ ഒരു റാഫിന്റെ സ്കിൽ സെക്ഷനിലേക്ക് പോവുക. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇല്ലാത്ത ഒരു സ്കില്ല് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ ത്രൂ പാസിംഗ് ഇല്ല. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരു അഡീഷണൽ സ്കില്ലായിട്ട് ഒരു ബേസ്, നിങ്ങൾ എപ്പോഴും സ്കില്ല് ഒരു ബേസ് പ്ലെയറിന് കൊടുക്കുക. 0 GB നിങ്ങൾക്ക് ബേസ് പ്ലെയറിന് വാങ്ങാനായിട്ട് പറ്റും. അതിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലെയർ ആണ് 0 GB തോമസ് പറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ വാങ്ങുക. എന്നിട്ട് ആ പ്ലെയേഴ്സിന് നിങ്ങൾ സ്കില്ല് കൊടുക്കുക. അതായത് നിങ്ങൾ നോർമൽ സ്കില്ല് കൊടുക്കണ പോലെ കൊടുക്കുക. എല്ലാവർക്കും ഓരോന്ന് വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നാൽ മാത്രം നമുക്ക് ലെഗസി ട്രാൻസ്ഫർ അടിക്കുമ്പോൾ നമുക്ക് വേണ്ട ഒരു സ്കില്ല് മാത്രം നമുക്ക് വേറെ ഒരു പ്ലെയറിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റാഫിനിക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ത്രൂ പാസ് ഞാൻ കൊടുത്തൊരു പ്ലെയർ ഇല്ലെങ്കിൽ ഞാൻ വേറെ ഒരു പ്ലെയർ വെച്ച് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. പക്ഷെ നമുക്ക് നോക്കാം ഉണ്ടോ ഇല്ലയോ നോക്കാം. അപ്പൊ ലെഗസി ട്രാൻസ്ഫർ നിങ്ങൾ ആദ്യം കൊടുക്കുക. ഒരിക്കലും നിങ്ങളിപ്പോൾ ഈ മെസ്സിനെ പോയിട്ട് ലെഗസി ട്രാൻസ്ഫർ അടിക്കരുത്. കാരണം ഈ ഒരു മെസ്സിന്റെ സ്കില്ലുകൾ ചിലപ്പോൾ അതിൽ പോയിരിക്കും, പക്ഷെ ഈ മെസ്സി നിങ്ങളുടെ ഇത് നഷ്ടപ്പെടും. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്. അപ്പൊ നിങ്ങൾ ഫിൽറ്ററിൽ പോയിട്ട് ആഡ് ആയിട്ട് സ്കില്ലിൽ പോവുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് സ്കില്ലാണോ കൊടുക്കേണ്ടത് അത് നോക്കുക. ഞാൻ ഇപ്പൊ ത്രൂ പാസിംഗ് നോക്കുന്നുണ്ട്, ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും സ്കില്ല് ഞാൻ കൊടുത്ത് കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, തോമസ് പർക്കിന് ഞാൻ ഓൾറെഡി ത്രൂ പാസിംഗിന് ഒരു സ്കില്ല് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അതാകുമ്പോൾ നമ്മുടെ ഈ കാർഡ് പോയി കഴിഞ്ഞാൽ ആർക്കും ഒരു നഷ്ടം വരാനില്ല. കാരണം ഒരു 0 GB പ്ലെയർ ആണ്, ഒരു വേസ്റ്റഡ് പ്ലെയർ ആണ്, പക്ഷെ സ്കില്ല് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആണ്. അപ്പൊ എന്തായാലും കണ്ടോ, ഈ പ്ലെയറിന് ഒരു സ്കില്ലും ഇല്ല. അതായത് കൊനാമി ആയിട്ട് ഒരു സ്കില്ലും കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് ഏത് സ്കില്ല് കൊടുത്താലും ആ ഒരു സ്കില്ല് ഇവിടെ ഉണ്ടാവും. അതായത് നമുക്ക് ഇപ്പോൾ ഡബിൾ ടച്ച് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. കാരണം ഇവിടെ ഒരൊറ്റ സ്കില്ലില്ല. അപ്പൊ നമ്മുടെ ലെക്ക് പോലെ ഏതൊക്കെ സ്കില്ല് കിട്ടുന്നോ അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ത്രൂ പാസിംഗ് നേരെ നമ്മുടെ റാഫിനിക്ക് കൊടുക്കാണ്. ഇത്രേ ഉള്ളൂ. ഇതാണ് സിമ്പിൾ ആയിട്ട് ലെഗസി ട്രാൻസ്ഫർ അടിക്കാനുള്ള രീതി. അപ്പൊ ഏതെങ്കിലും നമ്മൾക്ക് ഇനി ആ ഒരു ഡബിൾ ടച്ച് ആൻഡ് ഷോട്ട് അതിന്റെയൊക്കെ ഒരു ട്യൂട്ടോറിയൽ നോക്കിയേക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ കുറെ പേര് അധികം ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ലൈവിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ എന്തിനാണ് നോക്കുന്നതെന്നുള്ളത്. അപ്പൊ ഇങ്ങനെ നോക്കുന്നത് ഓരോ പ്ലെയറിന്റെ ഫോമാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലെയറിനായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഇങ്ങനെ നോക്കുക. എന്നിട്ട് ഏത് പ്ലെയറിനാണോ ഫോം ഉള്ളത് ആ പ്ലെയറിനെ പിടിച്ചിട്ട് ഫസ്റ്റ് ഇറക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ ഡി ഫോം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല വോസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ മാക്സിമം ഫോം ഉള്ള പ്ലേയേഴ്സിന് യൂസ് ചെയ്യുക. അതായത് നിങ്ങളുടെ സ്കോഡിൽ തന്നെ ഫോം ഉള്ള പ്ലേയേഴ്സിന് യൂസ് ചെയ്യുക. അല്ലാണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു പ്ലെയറിന് ഫോം കൊണ്ടുപോയിട്ട് ഹാരിക്കേനെ കുറിച്ച് CF ഇടാനൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഫോം നിങ്ങളുടെ മെയിൻ ഇന്ത്യയിൽ ആർക്കാണോ ഫോം ഉള്ളത് അവരുടെ, അതുപോലെ തന്നെ സബിൽ ആർക്കാണോ ഫോം ഉള്ളത് അവരെ പിടിച്ച് ഇറക്കുക. അല്ലാണ്ട് നിങ്ങൾ EO ഫോമിൽ ഇറക്കി കഴിഞ്ഞാൽ ആ ഒരു കളി നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു പ്ലെയറിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ആ പ്ലെയർ ഡെഡായ ഒരു അവസ്ഥയാണ് ആ ഒരു E ഫോമും D ഫോമും ഒക്കെ. ഓക്കെ,
ഓക്കെ, നല്ലൊരു ക്വിക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്യൂട്ടോറിയലായിട്ട് ക്വിക്ക് മാച്ചിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമുക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഓക്കെ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഫോമിങ് എല്ലാം നോക്കണ്ട. ഇപ്പോൾ റാഫിന് ഫുൾ ഫോം ആണ്. ഇപ്പൊ എനിക്ക് ഫസ്റ്റ് ഹാഫ് മേസ് കളിച്ചാൽ റാഫിന് സെക്കൻഡ് ഹാഫ് തുറക്കാം. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഫോമുകളിലൊക്കെ നോക്കി പ്ലേയേഴ്സിനെ ഇറക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞത് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് കടന്നേക്കാം. അപ്പോൾ ഇതിനെന്തായാലും നമ്മൾ മാക്സിമം നോക്കാം എത്രത്തോളം ഡബിൾ ടൈം ഷോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നത്. ഈ ഒരു മാച്ചിൽ പറ്റിയില്ലെങ്കിൽ നമ്മൾ അടുത്തൊരു മാച്ചിൽ നമുക്ക് എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഈ ഒരു മാച്ച് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇടയിൽ ആ ഒരു ഷോട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, കാലിൽ കിട്ടുന്ന മുമ്പ് ഡബിൾ ടച്ച് ആൻഡ് ഷോട്ട് നമുക്ക് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബോൾ ആ പാസ് ഇടുക. ആ പാസ് പ്ലെയർ എന്തായാലും ആ ഒരു ബോൾ കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഡബിൾ ടച്ച് അതിനുശേഷം ആ ഒരു ഷോട്ട് അമർത്തിയിരിക്കുക. അത് അവർ ഇട്ടിരിക്കും. ലൈക്ക് അങ്ങനെയാണ് ഈ ഒരു ഡബിൾ ടച്ച് ആൻഡ് ഷോട്ട് കൂടുതൽ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ കണ്ടോ, ഞാൻ ഇപ്പോൾ കറക്റ്റ് ഡബിൾ ടച്ച്, ആ ബോൾ കാലിൽ കിട്ടുന്ന മുമ്പ് ഡബിൾ ടച്ച് ആൻഡ് ഷോട്ട് രണ്ടും കംപ്ലീറ്റ് ആയി കഴിയും. ഇനിയിപ്പോ ആണെങ്കിൽ സ്റ്റോയ്ക്കോവിച്ചിന് കുറച്ച് ദൂരെ കൊണ്ടുപോകാം. ലൈക്ക് നിങ്ങൾക്കിപ്പോ ഈ ഇങ്ങനെ ഡബിൾ ടച്ച് ഇത് ഷോർട്ടല്ല, ജസ്റ്റ് കട്ട് ചെയ്യുന്നു ആ പ്ലേയേഴ്സിന്റെ അടിയിൽ നിന്ന്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, പെർഫെക്റ്റ് ടൈമിങ്ങിൽ അവർ നിങ്ങളെ പ്രഷർ ചെയ്യാൻ വരും. മാച്ച് പിട്ടാണ് നിൽക്കണ വെച്ചാൽ നിങ്ങൾക്ക് ആ ഡബിൾ ടച്ച് അവിടെ വർക്ക് ചെയ്തൊന്നും വരില്ല. നിങ്ങൾ പ്രഷർ ചെയ്യാൻ വരുമ്പോൾ ആ ഡബിൾ ടച്ച് അവിടെ ചെയ്യാം. ഓക്കെ, ഫേക്ക് ഷൂട്ട് ആൻഡ് ഷോട്ട് നിങ്ങൾക്ക് ചെയ്യാം ലൈക്ക് ഇങ്ങനെ. ഓക്കെ, അതും സെയിം ആസ് ഡബിൾ ടച്ച് ആണ്. ഫേക്ക് ഷൂട്ട് ഇടുക, ഒപ്പം തന്നെ നിങ്ങൾ ഷോട്ട് അമുക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ എല്ലാം പറയുന്നത് ഈ ഒരു ക്വിക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. നമുക്കിപ്പോ ഡിവിഷനിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാനൊക്കെ ഇത്തിരി ടഫാണ്. കാരണം അതിൽ നമുക്ക് ഇതിൽ പോലെ നമുക്ക് 3-4 ഗോളൊന്നും ഇടാൻ പറ്റില്ല. കാരണം അത് ഇത്തിരി ടഫായിട്ടുള്ള ഇതാണ് ഡിവിഷൻ 1-ന്റെ മുകളിൽ പറയുന്നത്. നിങ്ങൾ ക്വിക്ക് മാച്ചിലാണ് ഇതെല്ലാം പറഞ്ഞിരുന്നത്. ഓക്കെ, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് സെഷനിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഹാൻഡ് ക്യാമറ പെർഫെക്റ്റ് ആയിട്ട് കാണാതിരിക്കും. ഇതാണ് അവിടെ ജോയ്സ്റ്റിക്, ഇതാണ് ഡാഷ്. ഓക്കെ, ഇപ്പൊ അവിടെ മെസ്സിന്റെ കാലില് ബോൾ ഉണ്ട്. ഡബിൾ ടച്ച് ഇട്ട് കഴിഞ്ഞു. കണ്ടോ, ആ ബോൾ എന്റെ കാലിൽ കിട്ടുന്ന മുമ്പ് ഡബിൾ ടച്ചും ഷോട്ടും അമർത്തി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ സ്ലോ മോഷനിൽ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഇപ്പൊ അവിടെ ഡബിൾ ടച്ച് ഇട്ടു. കണ്ടോ ഞാൻ കൈ എടുത്തു, ആ ഡബിൾ ടച്ച് അപ്ലൈ ആയി കഴിഞ്ഞു. പിന്നെ അതേപോലെ ഷോട്ടും ഡബിൾ ടച്ച് ഇട്ട് കഴിഞ്ഞു. ഷോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ടച്ച് ഇട്ടതിന് ശേഷം അമർത്തിയാലും മതി. സ്റ്റണ്ണിങ് ആണെങ്കിൽ ഡബിൾ ടച്ച് ഇട്ടതിന്റെ കൂടെ തന്നെ ആക്കണം, ഇല്ലെങ്കിൽ ആ സ്റ്റണ്ണിങ്ങിന് ഒരു ടൈം എടുക്കും. ഡബിൾ ടച്ച് ഇട്ട് കഴിഞ്ഞു ഷോട്ട് അമർത്തിയ അത് അപ്പൊ തന്നെ ഷോട്ട് വരും. ഓക്കെ, നിങ്ങൾക്കിപ്പോ കാണാൻ സാധിക്കും. ഇനി അതുപോലെ സ്റ്റണ്ണിങ് അതേപോലെ തന്നെ ഒന്ന് കാണിച്ചാൽ സ്റ്റണ്ണിങ്ങിന് ഒരു ചെറിയൊരു ടൈം എടുക്കും. പക്ഷെ ഡബിൾ ടച്ച് ഇടുമ്പോൾ ആ സ്റ്റണ്ണിങ് പെർഫെക്റ്റ് ആയിട്ട് എടുക്കും. കണ്ടോ, സ്റ്റണ്ണിങ്ങിന് ഒരു ചെറിയൊരു ടൈം എടുക്കുന്നുണ്ട്. ഇതിപ്പോ നിങ്ങൾ ഒരു സ്കില്ലിലൂടെ അത് നോർമൽ സ്റ്റണ്ണിങ് ആണെങ്കിൽ അത് അതിനേയും കാട്ടി ടൈമാണ് എടുക്കുക. ഇപ്പൊ കിട്ടി, ഇപ്പൊ നിങ്ങളൊരു ടേൺ എടുത്തു, ഇതാണ്ടോ ആ ഒരു ടൈമിങ് കണ്ടോ. അപ്പോൾ ഈ സാധാ ഷോട്ടിനെ കാട്ടി സ്റ്റണ്ണിങ് അടിക്കുമ്പോൾ ഒരു ടൈമിങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹാൻഡ് ക്യാമിലും വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നതെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ഡാഷ് ആൻഡ് ട്രിബിൾ ചെയ്തിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഹാൻഡ് ക്യാമറ വരുന്നത്. ഡബിൾ ടച്ച് നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്ത് സ്റ്റണ്ണിങ് ഷോട്ട്. ഓക്കെ, നമുക്കിപ്പോ ഈ ഒരു ട്യൂട്ടോറിയൽ നല്ല രീതിക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഫുട്ബോളിന്റെ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അതുകൊണ്ട് ആ ബെല്ലൈക്കനോട് ഓൺ ആക്കാൻ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നമ്മൾ ഡെയിലി ലൈവ് സ്ട്രീം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ലൈവ് സ്ട്രീമിൽ ജോയിൻ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈവ് സ്ട്രീമിൽ നമ്മൾ ഫ്രണ്ട്ലി കളിക്കുന്നുണ്ട്, ഫണ്ണി ആയിട്ട് കോപ്പ് കളിക്കുന്നുണ്ട്. ഫണ്ണി ആയിട്ട് പറയാൻ കാരണം കോപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എന്താ പറയുക കോമ്പറ്റീറ്റീവ് ലെവലായിരിക്കില്ല. നമ്മൾ എന്താ പറയുക ഒരു ഫണ്ണി ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ മൈൻഡ് ആയിട്ടും കാണുക. അതായത് എല്ലാ പ്ലേയേഴ്സും നല്ല രീതിക്ക് കോപ്പ് കളിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ആ ഒരു കോപ്പ് കാര്യങ്ങളൊക്കെ കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി നമ്മുടെ ലൈവ് സ്ട്രീമിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നല്ല രീതിക്ക് സപ്പോർട്ട് ആക്കുക. റോഡ് ടു 4K ഫാം ആണ്. ഓക്കെ ഗൈസ്, ബൈ ബൈ. നമുക്ക് എന്തായാലും അടുത്തൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ഗൈസ്.